ഇത് കണ്ട എല്ലാവരും ഇങ്ങനെ തുറച്ച് നോക്കും. തുറച്ച് നോക്കിയിട്ട് ചോദിക്കും ഇത് എത്ര രൂപ, എത്ര പേരെ ഇത് കാണാൻ വേണ്ടി നിൽക്കുന്നത് നോക്കിയേ. ഇവിടെ എൻ്റെ ക്യാമറ എനിക്ക് പുറത്തെടുക്കാൻ ഭയങ്കര പേടിയാവാൻ തുടങ്ങി. കാരണം ക്യാമറ എടുക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഏതാ ക്യാമറ, എത്ര കിട്ടും എന്നൊക്കെ ചോദിക്കുന്നത്. അത് എനിക്കും പേടിയാവുന്നുണ്ട്. പ്രാവുകളെ ഈ ഒരു വരി മൊത്തം പ്രാവുകൾ അങ്ങനെ വിൽക്കാൻ വെച്ചേക്കാണേ. കട്ടി കൂടിയ തണുപ്പിൻ്റെ ജാക്കറ്റുകളെല്ലാം 200 രൂപ 300 രൂപ ഉള്ളൂ. ഇതാണ് മാർക്കറ്റിൻ്റെ ഉൾഭാഗം. മൊത്തം പല 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 കളികളും ഇവിടുത്തെ വേറെ ഗെയിം സെൻറ്റേഴ്സ് ഉണ്ട്. കഴിക്കാനാണെങ്കിൽ അതിനും മാത്രം വേറെ സാധനങ്ങളുണ്ട്. പാനിപൂരി, ജൻവീല്. എനിക്ക് ഏറ്റവും പേടിയുള്ള സാധനമാണ് ഈ പോണ ബോട്ട്. ജാൻവീലിൽ വരെ കയറും, പക്ഷെ ബോട്ടിൽ നടക്കില്ല. നമുക്ക് ബോർബൺ ബിസ്ക്കറ്റാണ്. ബോർബൺ ബിസ്ക്കറ്റിലാണ് തരുന്നത്. അടുത്ത വായിൽ വെച്ചത് चबा चबा के मुंह खोल के खाइए। धुएं वाले चबा चबा के दांतों से खोल के खाइए, चबा चबा के खाइए। धुएं वाले ഇല്ലാത്ത സ്റ്റോളുകളൊന്നുമില്ല. നമ്മുടെ ടർക്കിഷ് ഐസ്ക്രീം വരെ അവിടെ ഉണ്ട്. പിസ്സ പോയിന്റ്, സെൽഫി പോയിന്റ്, ഒരുപാട് കളികളുണ്ട് ഇവിടെ. ഇതിവിടെ തൂങ്ങുന്ന ചലഞ്ചാണ്. ഒരുത്തൻ കിടന്ന് തൂങ്ങുന്നുണ്ട്. 2 മിനിറ്റ് തൂങ്ങിക്കഴിഞ്ഞാൽ 2000 രൂപ, 200 രൂപയുള്ള ചാർജ്. അവൻ കുറേ നേരം കിടന്ന് തൂങ്ങണം കേട്ടോ. ഇത് അടുത്തവൻ കയറിയിട്ടുണ്ട്. അവൻ എത്ര നേരം നിൽക്കും നോക്കാവേ. ഞാനും ഇവിടുത്തെ കൗണ്ടർ ഓണാക്കി ഇടാം. എത്ര പേരെ ഇത് കാണാൻ വേണ്ടി നിൽക്കുന്നത് നോക്കിയേ. അവൻ കൈ പിടിച്ച പൊസിഷൻ തെറ്റാണോ? ഇങ്ങനെ എത്ര നേരം പിടിക്കാൻ പറ്റും നോക്കി നോക്കാം. ഓഹോ, സിമ്പിളായിട്ടാണ് പുള്ളി നിൽക്കുന്നത്. മോനെ വിടറില്ല 2 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 120 സെക്കൻഡ് പിടിച്ച് നിൽക്കണത് പോലെ. ഓ വിട്ടു. ഇത് റെഡ് ഫൗണ്ടൻ കണ്ടുപിടുത്ത ഏറ്റവും ഡേഞ്ചറസ് ആയ മാർക്കറ്റിലേക്ക് കയറാൻ പോകുന്നത്. നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് കയറാതിരിക്കാനും വയ്യ. നല്ല ഡേഞ്ചറായ മാർക്കറ്റാണ് ചാന്ദിനി ചൗക്ക്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. സമയം ഒരു 5 മണിയായിട്ടുള്ളൂ. ഒരു സൈഡിൽ തന്നെ ചെരുപ്പുകളെല്ലാം വെച്ചിട്ട് അത് വിറ്റുകൊണ്ടിരിക്കുക. കണ്ടു, ഡ്രസ്സിൻ്റെ ആദായ വിൽപ്പന ആകെ ഒച്ചയും ബഹളമിട്ടാണ് വിറ്റുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കയറി മൊത്തം തുണിക്കടകളാണത്. പ്രാവ് മൊത്തം തുണിക്കടകളാണ് ഇവിടെ ഉള്ളത്. ഭയങ്കര ചീപ്പ് റേറ്റ് നമുക്ക് സരോജിനി മാർക്കറ്റിൽ നിന്ന് ഇവിടുന്നും കിട്ടാവുന്നേ ഉള്ളൂ. ഇവിടെ ഈ ലേഡീസ് ഭയങ്കര കട്ടി കൂടിയ ഡ്രസ്സുകളൊക്കെ ഇട്ടപ്പോൾ നമ്മൾ അത് ഭയങ്കര പ്രീമിയം ഡ്രസ്സുകളാണ്. സോന് 2 എണ്ണം എന്ന് വെച്ചാൽ 100 രൂപയ്ക്ക് 2 എണ്ണം കിട്ടും. അതായത് 100 രൂപയ്ക്ക് 2 എണ്ണം കിട്ടും ആ പല ഡ്രസ്സുകളും. ഈ സാധനങ്ങളെല്ലാം 100 രൂപയ്ക്ക് 2 എണ്ണം വെച്ചിട്ട് കിട്ടും. കട്ടി കൂടിയ ഡ്രസ്സെല്ലാം.
കട്ടി കൂടിയ തണുപ്പിൻ്റെ ജാക്കറ്റുകളെല്ലാം 200 രൂപ 300 രൂപയുള്ളൂ. അത്രയും ചീപ്പ് റേറ്റ്. അതുകൊണ്ടോ ഇതൊക്കെ കണ്ടാൽ തന്നെ പ്രീമിയം സാധനം വയ്ക്കും. പക്ഷെ വെറും 200-300 രൂപയുള്ളൂ ഇതിലെല്ലാം. 250 ഇത്രയൊക്കെ വരുന്നുള്ളൂ. ആൻഡ് ഇതാണ് പ്രാവിൻ്റെ മാർക്കറ്റ്. കണ്ടു, ഇതിലൊക്കെ പ്രാവുകളാണ്. പ്രാവിന് ഒരുപാട് അണത്തിനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. കണ്ടു പ്രാവുകളെ. ഈ ഒരു വരി മൊത്തം പ്രാവുകൾ അങ്ങനെ വിൽക്കാൻ വെച്ചേക്കാണേ, 2 സൈഡും. ഈ ഡെല്ലിക്കാർക്ക് ഉണ്ട്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ, ഈ പ്രാവ് വളർത്തലും പ്രാവ് മത്സരങ്ങളും എല്ലാം. ഞായറാഴ്ച ആകാനുള്ളൊരു തിരക്കുണ്ട്. എന്തോരം പേരാ വരുന്നത് ഈ ഒരു മാർക്കറ്റിലേക്ക്. ഷൂകത എത്ര വേണേലും ഡിസൈൻ ഇവിടെ കിടപ്പാ, ഇഷ്ടം പോലെ നല്ല നല്ല ഡിസൈൻസ് ഉണ്ട് ഇവിടെ. ഇതേ മക്കളെ, നമുക്ക് വേണ്ട കടത്തി. ഇതാ ക്യാമറ. ഇരിക്കുന്ന ക്യാമറകളുണ്ടോ, 15,000-20,000 രൂപ വരുന്നുള്ളൂ. മെയിൻ പ്രൊഫഷണൽ ക്യാമറകൾ. അതിൻ്റെ ഒരുപാട് വേറെ സാധനങ്ങളും കേട്ടോ, ഐപാഡും. ഇവിടെ എൻ്റെ ക്യാമറ എനിക്ക് പുറത്തെടുക്കാൻ ഭയങ്കര പേടിയാവാൻ തുടങ്ങി. കാരണം ക്യാമറ എടുക്കുമ്പോൾ ആൾക്കാർ ചോദിക്കുന്നത് ഏതാ ക്യാമറ, എത്ര കിട്ടും എന്നൊക്കെ ചോദിക്കുന്നത്. അതെനിക്കും പേടിയാവുന്നുണ്ട് എടുക്കാൻ. ആൻഡ് മാർക്കറ്റ് തീർന്നിട്ടില്ല. ഈ മാർക്കറ്റിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നമ്മളെ ജമാ മസ്ജിദ്. അവിടേക്ക് എത്തി നമ്മളിപ്പോൾ നടന്നിട്ട്. ഇവിടെയും ഇത് തന്നെയാണ്. ഈ ഷൂവും കാര്യങ്ങളും മൊത്തം ഇത് തന്നെ. ബാഗ്, ഷൂവ്, തിരക്കിനാണെങ്കിൽ ഒട്ടും കുറവില്ല. എത്രയോ പേര് ഇതിൻ്റെ മുമ്പിലിരിക്കുന്നതുണ്ടോ. ഇതിന് മുമ്പിലിരുന്നിട്ട് ഈ മാർക്കറ്റ് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. കുറേ നേരം അവിടെ ഇരിക്കാൻ പറ്റും. ഞാൻ DJIൻ്റെ പോക്കറ്റ് ട്രീ യൂസ് ചെയ്യുന്നത്. ഈ സാധനം അധികം പേര് കാണാനുണ്ടാന്ന് തോന്നുന്നു. ഇത് കണ്ട എല്ലാവരും ഇങ്ങനെ തുറച്ച് നോക്കും. തുറച്ച് നോക്കി ഇത് എത്ര രൂപ, ഏതാ കമ്പനി. ചിലവരിത് വാങ്ങാൻ നോക്കും, കയ്യിൽ നിന്ന് വാങ്ങാം. എന്താ അവസ്ഥ അല്ലേ?